ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the holy name of God be blessed this morning. അധികം മുഖവുര കൂടാതെ തന്നെ ദൈവവചനത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Without much introduction, I had the desire to go into the Word of God directly. ഇന്ന് നമ്മൾ പാടിയതുപോലെ we are always on the winning side. നമ്മൾ ഇന്ന് പാടിയതുപോലെ നമ്മളെല്ലാവരും എപ്പോഴും ജയത്തിന്റെ പക്ഷത്താണ്, ഭാഗവത്താണ്. One day I was talking to a young man. ഒരു ദിവസം ഞാൻ ഒരു ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അങ്കിളെ എനിക്ക് ഭാവിയിൽ ഒരു അപ്പോളജിസ്റ്റ് ആകുവാനാണ് ആഗ്രഹം. He told me, uncle, in the future I want to be an apologist. I asked why. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്? Because I will be always right. അവൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ശരിയാകും അതുകൊണ്ട്. ഒരിക്കൽ പോലും തോൽക്കാത്ത ഒരു കാര്യം being an apologist for the gospel. One thing that you will never fail in is to defend the gospel or be an apologist for the gospel. Because I don't want to be a loser. I want to be an apologist. എനിക്ക് ഒരിക്കലും തോൽവിയാകാൻ ഇഷ്ടമല്ല, എപ്പോഴും എനിക്കൊരു ദൈവവചനത്തെ ശുശ്രൂഷയെ അതിനെ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കണം. I don't know the intent, but at least I really like that perspective. അതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ ആ കാഴ്ചപ്പാട് ഞാൻ മാനിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. Let's turn our attention to the word of God this morning. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം. Isaiah chapter 40. 31-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാനായിട്ട് പോകുന്നത്. Verse 31. നമ്മളത് നിർത്തി വായിക്കുവാനായിട്ട് പോകുകയാണ്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. But those who wait on the Lord shall renew their strength. Next. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. They shall mount up with wings like eagles. അവർ തളർന്നു പോകാതെ ഓടുകയും. They shall run and not be weary. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. They shall walk and not faint. Praise the Lord. Amen. ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാമെങ്കിലും അതിലേക്ക് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് യാത്ര തിരിക്കേണ്ടതായിട്ടുണ്ട്. We may know the context of this, but there's a requirement or a necessity that we go into the context a little bit. ഈ ഒരു വാക്യം മാത്രം നമ്മൾ അടർത്തിയെടുത്താൽ ഇതൊരു വാഗ്ദത്തമായിട്ട് നമുക്കിതിനെ കണക്കാക്കുവാനായിട്ട് സാധിക്കും. If we take this verse as an isolated verse, then it looks like a promise. എന്നാൽ ആ വാക്യത്തെ വളരെ ആഴമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, But when you study the verse in depth, അതൊരു വാഗ്ദത്തമായി നിൽക്കുമ്പോൾ തന്നെ അതൊരു കണ്ടീഷണൽ ആയിട്ടുള്ള പ്രോമിസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. as much as it stands as a promise, it's also a conditional statement. എന്തുകൊണ്ടാണ് ഞാൻ അത് കണ്ടീഷണൽ ആണെന്ന് പറയാനായിട്ട് കാരണം? Why is it that I'm saying that it's a conditional statement? അവിടെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. The verse that says there is they shall run, they shall mount up with wings like eagles. ആ വാക്ക് they എന്നുള്ള വാക്ക് നമ്മളൊന്ന് ക്വാളിഫൈ ചെയ്യണം. We should qualify the word they. അവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരുമല്ല. It's not meant to say that everybody. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ When we read that verse, നമുക്ക് തോന്നും എല്ലാവരും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ്. it seems like that everyone will mount up with wings like eagles. So normally when we preach, we'll take that verse and then give that as a promise to the church. സാധാരണ പ്രസംഗിക്കുമ്പോൾ ആ വാക്യം എടുത്തൊരു വാഗ്ദാനമായിട്ട് സഭയ്ക്ക് കൊടുക്കും. അപ്പോൾ ചർച്ചിന് ഒരു ഫീൽ കിട്ടും, എല്ലാവരും ഒരുപോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാനാണ് പോകുന്നത്. So the church thinks that everybody will mount up like wings like eagles. But that is not the truth. അതല്ല സത്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് What's said there is യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ മാത്രം ശക്തിയെ പുതുക്കും. only those who wait upon the Lord will renew their strength. There is an emphasis of exclusiveness there. Hallelujah. അവിടെ ഒരു പ്രത്യേകതയെ പറ്റി അല്ലെങ്കിൽ ഒരു ചേർക്കപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തികളെ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുന്നു. അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. അവിടെ ഒരു എക്സ്ക്ലൂസീവ്നെസ് ഉണ്ട്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ എന്ന് പറയുമ്പോൾ when you say them, അവിടെ എല്ലാം നമ്മൾ വായിക്കേണ്ടത് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ. every time we read they, we should read that those who wait upon the Lord. അങ്ങനെയൊന്ന് ആ വാക്യം വീണ്ടും ഒന്ന് നമുക്ക് വായിക്കാമോ? We can reread that verse in that manner. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. Those who wait upon the Lord shall renew their strength. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അവർ ഓടും. Those who wait upon the Lord shall run. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ തളരാതെ മുന്നോട്ട് പോകും. Those who wait upon the Lord will go forward without fainting. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അനുവാദത്തോടെ ഒരു വാക്യം കൂടി ഞാൻ ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. With the permission of the Holy Spirit, may I add one more thing. യഹോവയ്ക്കായി മാത്രം കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. Only those who wait upon only the Lord shall renew their strength. യഹോവയ്ക്കായി മാത്രം കാത്തിരിക്കുന്നവർ തളരാതെ മുന്നോട്ട് പോകും. Only those who wait upon only the Lord shall go without fainting. യഹോവയ്ക്കായി
മാത്രം കാത്തിരിക്കുന്നവർ തളരാതെ മുന്നോട്ട് പോകും. Hallelujah. Those who wait upon only on the Lord shall walk forward without fainting. And there is a reason for that. അതിനൊരു കാരണമുണ്ട്. നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം അറിയാം. We know the history of Israel. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു. God chose Israel. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. God gave Abraham a promise. അബ്രഹാമിന്റെ മകനായ ഇസാക്ക് ജനിച്ചു. And Abraham begat a son Isaac. ഇസാക്കിന്റെ മകനായ യാക്കോബ് ജനിച്ചു. Isaac had a son Jacob. And യാക്കോബിനെ വളരെ ശക്തമായ രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു. And God blessed Jacob abundantly. നമുക്ക് ആ ചരിത്രം അറിയാം. We know that history. എന്നാൽ ഒരു ദിവസം യാക്കോബ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. One day Jacob was thinking, എനിക്ക് എല്ലാ വെൽത്തും ഉണ്ട്. I have all the wealth. എല്ലാവിധമായ സാഹചര്യങ്ങളും എനിക്കുണ്ട്. I have every circumstances with me. And I want to be blessed by Yahweh. എനിക്ക് യഹോവയാൽ അനുഗ്രഹിക്കപ്പെടണം. എന്നാൽ ദൈവം പറഞ്ഞു, But God said, this is not the time where I need to bless you. ഇപ്പോഴല്ല നിന്നെ അനുഗ്രഹിക്കേണ്ട സമയം. നിന്റെ കയ്യിലുള്ളതെല്ലാം അപ്പുറത്തോട്ട് മാറ്റി, Everything that you have, if you put on the other side, യാബോക്ക് കടവിങ്കൽ വെച്ച് ദൈവം അവൻ വണ്ണോണുമായിട്ട് വരികയാണ്. one on one. And God is interacting with Jacob in a one-on-one setting at the book of Jacob. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമായതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. Come with me. നിങ്ങൾക്ക് അറിയാവുന്ന, since you know this, follow me. If ഞാനാണ് യാക്കോബിനെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ, If I am the one selecting Jacob, I would have selected him at the peak of his career. അവന്റെ ഉദ്യോഗത്തിന്റെ ഏറ്റവും ഉന്നത ഭാഗത്ത് ഞാൻ അവനെ തിരഞ്ഞെടുക്കുമായിരുന്നു. അവന് ശക്തമായ ഒരു ഐഡന്റിറ്റി ഉള്ള സമയത്താണ് ഞാൻ അവനെ സെലക്ട് ചെയ്തത്. I would have chosen him at the time when he had a great identity. പക്ഷേ ദൈവം പറഞ്ഞു, no 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 no. But God said no. അവനുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം, Everything that he had was sent to the other side. അവൻ മാത്രം ഒറ്റയ്ക്ക്, When he was all alone. അവനുണ്ടെന്ന് തോന്നുന്നതെല്ലാം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. When he lost everything that he thought was his. അവന്റെ കോൺഫിഡൻസ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. When he lost his confidence. അവന്റെ വെൽത്ത് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. When he lost his wealth. അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. When his health was gone. ആ സമയത്ത് ദൈവം പറയുകയാണ്, In that moment God said, I will change your name. ഞാൻ നിന്റെ Hallelujah. പേര് മാറ്റും. ഞാൻ നിന്നെ ഇസ്രായേലാക്കി മാറ്റും. I will change you into Israel. At the point of helplessness. അവന്റെ നിസ്സഹായ അവസരത്തിൽ. The point of helplessness. Hallelujah. അവന്റെ നിസ്സഹായ അവസരത്തിൽ. ദൈവവുമായിട്ട് one on one ആയി നിൽക്കുന്ന സമയത്ത്, When he is one-on-one with God. യഹോവയ്ക്ക് വേണ്ടി മാത്രം കാത്തിരുന്ന സമയത്ത്, When he was waiting upon the Lord alone. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പേര് മാറ്റുവാൻ പോകുകയാണ്. God said, I will change your name. അത് മാത്രമല്ല, ഞാൻ നിന്റെ പേര് മാറ്റുമ്പോൾ, Not only that, after I change your you name, will be called as Israel from now onwards. ഇന്നു മുതൽ നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. നിന്നിൽ നിന്നും ഒരു ജാതി ഉളവാകും. A nation will be formed from ആ you. ജാതിയുടെ പ്രത്യേകത ഇതായിരിക്കും, And the uniqueness of that nation is, അവർക്ക് വേണ്ടി ഒരു ദൈവം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. there will be only one God for And them. that will be me. Hallelujah. അത് ഞാനായിരിക്കും. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Do you understand the meaning of what I'm saying? ഇസ്രായേലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്, What makes Israel unique from every other nation? അവരുടെ വെൽത്ത് ഒന്നുമല്ല, It's not their wealth. അവരുടെ പേരൊന്നുമല്ല, It's not their name. the exclusiveness of the lordship. Hallelujah. അവരുടെ കർത്തൃത്വം ആരാണോ അതാണ് അവിടെ പ്രത്യേകതയാക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കൽപ്പന എങ്ങനെയാണ് അവർ കൊടുത്തത്? That's why the first commandment was given in this manner. യഹോവ നിങ്ങളുടെ ദൈവമായിരിക്കട്ടെ എന്നല്ല ഒന്നാമത്തെ കൽപ്പന. The first commandment is not let Lord be your God. അങ്ങനെയായിരുന്നെങ്കിൽ അവർ അതുവരെ ലംഘിച്ചിട്ടില്ല, ഒരിക്കൽ പോലും അത് ലംഘിച്ചിട്ടില്ല. If that's the case, they would have never broken or violated that commandment. പക്ഷേ the commandment, ഒന്നാമത്തെ നിയമം, The first commandment, ഞാൻ അല്ലാതെ, with the exception of me, ഞാൻ അല്ലാതെ besides me, ഒരൊറ്റ ദൈവം നിനക്കുണ്ടാകരുത്. you shall not have any other gods. Oh, the first commandment is all about exclusiveness. Hallelujah. ഒന്നാമത്തെ കൽപ്പന ഒരു പ്രത്യേകതയെ ആ കാണിക്കുന്നതാണ്. വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ കോണ്ടെക്സ്റ്റിൽ ഈ വാക്യം ഒന്ന് വായിച്ചേ. When you read this verse with that context, ഇസ്രായേലേ, നിനക്ക് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. Israel, you only have one God. ആ യഹോവയ്ക്കായി മാത്രം നീ കാത്തിരിക്കുന്ന സമയത്ത്, And when you wait upon that God alone, when you come to the point of exclusiveness, ആ പ്രത്യേകതയിൽ നിങ്ങൾ വരുമ്പോൾ, നീ കഴുകനെ പോലെ തിരിച്ചു പറയുന്ന ഒരു സമയമുണ്ട്. you will Hallelujah. fly like eagles. I will restore you. ഞാൻ നിങ്ങളെ പുനഃസ്ഥാപിക്കും. But you have to come to that point. But you have to, നിങ്ങൾ ആ ഭാഗത്തേക്ക് കടന്നുവരണം. നിന്റെ പൂർവ്വ പിതാവായ യാക്കോബ് As your forefather Jacob, എല്ലാം തനിക്കുള്ളതെല്ലാം ത്യജിച്ചിട്ട്, when he rejected everything that he had, യഹോവയെ മാത്രം കാത്തിരുന്ന യാബോക്ക് കടവിങ്കൽ, when he waited upon the Lord in the brook of Jabbok, അവന്റെ പേര് മാറ്റി ഞാൻ ഇസ്രായേൽ ആക്കിയെങ്കിൽ, when I changed his name to Israel, ഇസ്രായേൽ, you have a history. നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്. Israel, you have a history. നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്. You have a history. നിങ്ങളുടെ പിതാക്കന്മാർ യഹോവയെ മാത്രം കാത്തിരുന്ന് ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച പൂർവ്വ പിതാക്കന്മാരുള്ള ഒരു ജാതിയാണ് നിങ്ങൾ. You are a nation where your forefathers saved only one God and they waited upon the one Lord Jehovah.
Oh, praise the Lord. Amen. Now ഇപ്പോൾ അവരെവിടാ? Now where are they? Come with me to chapter number 1. ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചനം. പാസ്റ്റർ പറഞ്ഞു ഇന്ന് ഒരുപാട് സമയമുണ്ടെന്ന്. നോ പ്രോബ്ലം, റൈറ്റ്? രണ്ടാം വാക്യം, ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം. Isaiah chapter 1 and verse 2. ആകാശമേ കേൾക്കുക, നിർത്തി വായിക്കണമേ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ആരരുളി ചെയ്യുന്നു? യഹോവ അരുളി യഹോവ ചെയ്യുന്നു. അരുളി ചെയ്യുന്നു. Who has spoken? The Lord has spoken. Yeah. ഞാൻ മക്കളെ പോറ്റി വളർത്തി, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ലുക്ക് അറ്റ് ദ ലാംഗ്വേജ്. ഞാൻ ആരെ പോറ്റി വളർത്തി? രാജ്യത്തെ അല്ല, ഇസ്രായേലിനെ അല്ല, ഞാൻ മക്കളെ പോറ്റി വളർത്തി. I have not nourished and brought up a nation or some other people. I have brought up and nourished my own children. God is becoming very personal here. ഇവിടെ ദൈവം വ്യക്തിപരമായാണ് ഇടപെടുന്നത്. വായിച്ചോ. അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. They have rebelled against me. അടുത്ത വാക്യം. കാള തന്റെ ഉടയവനെയും, കാള തന്റെ ഉടയവനെയും, The ox knows its owner. കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും, The donkey its master's crib. അറിയുന്നു. എന്നാൽ ഇസ്രായേലോ അറിയുന്നില്ല. But Israel does not know and my people do not consider. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. Amen. Praise the Lord. Hallelujah. Amen. ഇസ്രായേൽ എന്നെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. Israel does not know me. ദൈവം രണ്ട് ഉദാഹരണങ്ങൾ അവിടെ പറയുകയാണ്. God has given us two illustrations there. ഒരു ബുദ്ധിയുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന രണ്ട് മൃഗങ്ങൾ. We think about these two animals as having no knowledge or wisdom at all. കാള തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു. The donkey knows the master's crib. കാള തന്റെ ഉടയവനെ അറിയുന്നു. The ox knows its master. തന്റെ യജമാനനെ അറിയുന്നു. തന്റെ യജമാനനെ, His own, their own master. വേറെ ആരുമല്ല, തന്റെ യജമാനനെ അറിയുന്നു. Not somebody else, no other master, but their own master. കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു. The donkey knows its own master's crib. In the evening, രാത്രി സമയത്ത് വേറൊരു യജമാനന്റെ അടുത്തേക്ക് പോകത്തില്ല. At the night time, these animals don't go to some other master. By mistake also they won't go. തെറ്റായി പോലും അവർ വേറൊരു യജമാനന്റെ അടുക്കലേക്ക് അവർക്ക് പോകത്തില്ല. വളരെ വ്യക്തമായിട്ട് അറിയാം എവിടെ തിരിച്ചു വരണമെന്ന്. These animals know where to come back specifically. അവർക്കറിയാം ഞങ്ങൾക്കൊരു ഉടയവൻ മാത്രമേ ഉള്ളൂ. They know we only have one master. അവർക്കറിയാം ഒരു പുൽത്തൊട്ടി മാത്രമേ ഉള്ളൂ. They know they only have one crib. അവർ രാത്രി തിരിച്ചു വരും. In the night time they come back. എന്നാൽ എന്റെ ജനം വരുന്നില്ല. But my people are not coming back. Praise the Lord. Amen. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. നാലാമത്തെ വാക്യം. Verse 4. അയ്യോ പാപമുള്ള ജാതി, അയ്യോ പാപമുള്ള ജാതി. ദൈവം ലാംഗ്വേജ് മാറ്റി. God is changing the language here. അകൃത്യഭാരം ചുമക്കുന്ന ജനം, അകൃത്യഭാരം ചുമക്കുന്ന ജനം. ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി. എന്റെ ജനം, സ്വന്തം മക്കൾ എന്നൊക്കെ വിളിച്ച അതേ ഇസ്രായേലിനെ ദൈവം ഇപ്പൊ വിളിക്കുന്ന എന്തുവാ? What God is calling them? പാപമുള്ള ജാതി. The same people that God called my children, now in verse 4 God is referring to them as a sinful nation. അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച്. ആ വാക്യം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. അവർ യഹോവയെ ഉപേക്ഷിച്ചു. They have forsaken the Lord. അവർ യഹോവയെ ഉപേക്ഷിച്ചു. They have forsaken the Lord. ഇനി നമ്മൾ ആദ്യം വായിച്ച വാക്യം ഒന്ന് വായിച്ചേ. Now go back to chapter 40 and the first verse that we read. എല്ലാവരും യഹോവയെ ഉപേക്ഷിച്ചപ്പോൾ, when everyone forsook God, God is looking for a remnant ദൈവം ഒരു ശേഷിപ്പിനായി കാത്തിരിക്കുന്നു. who will exclusively wait upon the Lord. ദൈവത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നവർ. ഇപ്പോൾ ഈ പ്രോമിസിന്റെ കണ്ടീഷൻ മനസ്സിലായോ? Now do you understand the condition of this promise that we read? എല്ലാ ഇസ്രായേലും യഹോവയെ ഉപേക്ഷിച്ചു. Every Israelite has forsaken the Lord. പക്ഷെ അതിന്റെ മധ്യത്തിൽ, in the midst of that, I am looking for a remnant. ഒരു ശേഷിപ്പിന് വേണ്ടി ഞാൻ നോക്കുന്നു. I am looking for a remnant. ഒരു ശേഷിപ്പിന് വേണ്ടി ഞാൻ നോക്കുന്നു. യഹോവയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു remnantനെ ഞാൻ കാത്തിരിക്കുകയാണ്. I'm looking for a people, a remnant that's waiting upon the Lord alone. ആ remnant കഴുകന്മാരെ പോലെ
ചിറകടിച്ചുയരും. That remnant will mount up like wings like eagles. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, People of God who are listening to me this morning, പുറം ലോകം ദൈവത്തെ ഉപേക്ഷിച്ചു. the outside world may have rejected God. സോ കോൾഡ് സഭയിലുള്ള ഭൂരിഭാഗവും യഹോവയെ ഉപേക്ഷിച്ചു. The majority within the church have forsaken the Lord. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, are you ready to exclusively wait upon the Lord? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുവാൻ തയ്യാറുള്ളവരാണോ? Can we reaffirm the loyalty towards our master? നമുക്ക് ദൈവത്തോടുള്ള ഒത്തൊരുമ നമുക്ക് വീണ്ടും അത് തുറന്നു പറയുവാൻ സാധിക്കുമോ? കാള തന്റെ യജമാനനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നത് പോലെ, Just like the ox knows its master and the donkey knows his master's crib, ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, കർത്താവ് എനിക്കൊരു ഓണർ മാത്രമേ ഉള്ളൂ. we can say, Lord, I only have one owner. I have only one father. എനിക്കൊരു പിതാവേ ഉള്ളൂ. Lord, I have only one father, Lord Jesus. ദൈവമേ, എനിക്കൊരൊറ്റ പിതാവേ ഉള്ളൂ. And I will seek you exclusively. ഞാൻ അങ്ങേ മാത്രം നോക്കും, Nobody else, Lord. വേറെ ആരുമില്ല. അങ്ങനെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ, When you wait upon the Lord in that അങ്ങനെ manner, എക്സ്ക്ലൂസീവ് ആയിട്ട് അവനെ മാത്രം കാത്തിരിക്കുമ്പോൾ, when we wait upon the Lord exclusively, നിങ്ങളുടെ മേൽ ഒരു ശക്തി കടന്നു വരും. Hallelujah. then the power will come upon you. Oh, your strength will be renewed like an eagle. നിങ്ങളുടെ കഴിവന്മാരെ പോലെ നിങ്ങളുടെ ശക്തിയെ പുതുക്കപ്പെടും. Oh, praise the Lord. Amen. ഈ ഒന്നാം അധ്യായത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. Let me remind you a few more things from this first chapter before we move forward. ദൈവം രണ്ട് സാക്ഷികളെ അവിടെ വിളിക്കുന്നുണ്ട്. He is calling two witnesses there. ആരൊക്കെയാണ് രണ്ട് സാക്ഷികൾ? Who are these two witnesses? ആകാശം, Heavens and the earth. എന്താ അതിന് കാരണം? What's the reason for him calling those two witnesses? ഇവിടെ ഒരു കോർട്ട് ലാംഗ്വേജ് ആണ്. കോർട്ട് ലാംഗ്വേജ്. ഒരു കോടതി ഭാഷയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ രണ്ട് സാക്ഷികളെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. There's a reason why he called these two witnesses. ആവർത്തനം 30-ാം അധ്യായം, Deuteronomy chapter 30, അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. verse 19. And 31 verse 29 also. 31-ന്റെ 29. Yeah. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ആരുടെ മുമ്പിൽ വച്ചിരിക്കുന്നു? നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. എന്നതിനെ ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് അതിനെ സാക്ഷി വയ്ക്കുന്നു. കാരണം ദൈവത്തിനറിയാം ആളുകൾ വാക്കുമാറും, പക്ഷെ എൻ്റെ രണ്ട് വിറ്റ്നസ് ആകാശവും ഭൂമിയും വാക്കുമാറുകയില്ല. The Lord says, I have established two witnesses, heavens and earth. That's because he knows people will change their words, but my witnesses, the heavens and earth, will never change their testimony. 31-ന്റെ 29 വായിച്ചേ. 31 and verse 29. നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവർത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. For I know that after my death you will become utterly corrupt and turn aside from the way which I have commanded you, and evil will befall you in the latter days, because you will do evil in the sight of the Lord to provoke him to anger through the work of your hands. Next verse. അടുത്ത സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെ ചൊല്ലി കേൾപ്പിച്ചു. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും. ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. Give ear, O heavens, and I will speak, and hear, O earth, the words of my mouth. വർഷങ്ങൾ കഴിഞ്ഞു. Years elapsed. ഇസ്രായേൽ യഹോവയെ മറന്നു. Israel forsook the Lord. ദൈവം കോടതിയിൽ നിൽക്കുകയാണ്. And now God is standing in the court. ദൈവം ആ രണ്ട് സാക്ഷികളെ തിരിച്ചു വിളിക്കുക. And God is calling back those two witnesses. ആകാശമേ, Heavens, ഭൂമിയെ, earth, പ്ലീസ് കം. വരിക. എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. Come and support my testimony, me.
നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ ഇവർക്ക് ന്യായപ്രമാണം കൊടുത്തത്? Isn't it before you that I gave them the commandments, the law? ആകാശം ഭൂമിയും പറയുകയാണ് യെസ്. And the heavens and earth will say yes. അവരനുസരിച്ചോളാമെന്ന് പറഞ്ഞില്ലേ? Didn't they say they would obey? യെസ്. Yes. ഇപ്പോൾ അവരെവിടാണ്? Now where are they? നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയം ഒന്ന് you have to visualize God's heart. നമ്മുടെ ദൈവത്തിന്റെ ഹൃദയം ഒന്ന് ശരിക്കും മനസ്സിലാക്കണം. വേദനിക്കുന്ന ഹൃദയത്തോടെ, A grieving heart. ആകാശത്തെയും ഭൂമിയെയും വിളിച്ചു പറയുകയാണ്, He's calling the heavens and the earth. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാമെന്ന് വാക്ക് പറഞ്ഞവർ, The people who said that they would live only for me. ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞവർ, That they will have no other gods before me, the ones who testified of that before the heavens and the earth. ഇപ്പോൾ അവർ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. Now they have forsaken me. അവരത് അറിയുന്നത് പോലുമില്ല. And they're not even knowing that. ഇതിന്റെ മധ്യത്തിൽ ആകാശമേ ഭൂമിയെ നീ കേൾക്കുക. And in the midst of that heavens and earth, you listen. Oh, praise the Lord. Amen. ഇസ്രായേൽ പറഞ്ഞു നോ. Israel said no. എന്നിട്ടും ദൈവം അവരെ വിട്ടില്ല. And even after that, God didn't reject them. ദൈവത്തിന്റെ ഹൃദയം ഒന്ന് നോക്കിക്കേ. Look at the heart of the Lord. 18-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, യെശയ്യാ പ്രവചനം 1:18. Isaiah 1:18. ദൈവം പറയുകയാണ്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. ആർക്ക് തമ്മിൽ വാദിക്കാം? Who can argue? ഞാനും ഇസ്രായേലും ആരുടെ സാക്ഷ്യത്തിന്റെ മധ്യത്തിൽ? ആകാശവും ഭൂമിയും പ്രതിക്കൂട്ടിലുണ്ട്. As much as the heaven and earth is in the court, in the witness stand, God is saying, come, let us reason together. വായിച്ചോ. എന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും, പഞ്ഞി പോലെ ആയിത്തീരും. Come now, let us reason together, says the Lord. Though your sins are like scarlet, they shall be as white as snow. Though they are red like crimson, they shall be as wool. എന്താ ദൈവം ഇവിടെ പറയുന്നത്? What is God saying here? കോർട്ടിൽ വന്നാൽ നിങ്ങൾ തോൽക്കും. If you come to the court, if you come to debate the case, you will lose. Because എനിക്ക് രണ്ട് സാക്ഷികളുണ്ട്. Because I have two witnesses. നുണ പറയാത്ത രണ്ട് സാക്ഷികൾ. Two witnesses that don't lie. ആകാശവും ഭൂമിയും. Heavens and the earth. നമുക്കൊരു കാര്യം ചെയ്യാം. So let's do one thing. Can we settle this outside the court? നമുക്ക് കോടതിക്ക് വെളിയിൽ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താം. മനസ്സിലാവുന്നുണ്ടോ? Do you understand that? I will give you an offer. ഞാൻ നിങ്ങൾക്കൊരു ഒരു സമ്മാനം തരാം. ഓഫർ. ഞാൻ നിങ്ങൾക്കൊരു ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുകയാണ്. I'm putting an offer before you. കോർട്ടിന്റെ പുറത്ത് നമുക്കിത് തീർക്കാം. Let's settle this outside the court. കാരണം കോർട്ടിൽ വന്നാൽ I have to act according to my righteousness. Yes, if you come to the court, എൻ്റെ നീതിക്കൊത്തവണ്ണം ഞാൻ പ്രവർത്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? Yes. ദൈവത്തിന്റെ കരുണയുള്ള ഹൃദയം മനസ്സിലാവുന്നുണ്ടോ? Hallelujah. Do you understand the graceful heart of the Lord? God had all the right to consume them. അവരെ കത്തി നശിപ്പിക്കുവാൻ ദൈവത്തിന് സകല അധികാരവും അവകാശവും But the ഉണ്ടായിരുന്നു. loving God is giving them an offer. പക്ഷെ ആ സ്നേഹിക്കുന്ന ദൈവം അവർക്കൊരു പരിഹാരം ആ കൊടുക്കുകയാണ്. ഓഫറിന്റെ ഡെപ്ത് ഒന്ന് നിങ്ങൾ വായിച്ചേ. Look at the depth of that offer. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. Everything that was done is done. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും, No matter how red or crimson your sin may be, ഞാൻ അതിനെ പഞ്ഞി പോലെ വെളുപ്പിക്കാം. I will make it as wool. Oh, praise Amen. the Lord. ഇങ്ങനെ ഒരു ഔട്ട്സൈഡ് കോർട്ട് സെറ്റിൽമെന്റ് ആരും കൊടുത്തിട്ടില്ല. No one has ever offered such a settlement like this. നിങ്ങളൊന്നും തരണ്ട. Don't give me anything. Only you have to be willingly obey my voice. Hallelujah. നിങ്ങൾ മനസ്സുള്ളതുപോലെ എൻ്റെ ശബ്ദത്തെ അനുസരിക്കുവാൻ താല്പര്യമുണ്ടായിരിക്കണം. ഞാൻ നിങ്ങളെ ഹിമം പോലെ വെളുപ്പിക്കാം. I will make your sins like wool. I will make it wool. നിങ്ങളുടെ ഹിസ്റ്ററിയെ ഞാൻ മായ്ച്ചു കളയാം. I will erase your history. നിങ്ങൾ എന്നെ വേദനിപ്പിച്ച വേദനകൾ ഞാൻ മറന്നു കളയുവാൻ തയ്യാറാണ്. Everything that you have done to grieve me and hurt me, I will forget all of എന്റെ that. ദീർഘക്ഷമയുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. You will understand the depth of my long suffering. Oh, praise the Lord. Amen. ഇസ്രായേൽ പറഞ്ഞു, Israel said, "നോ, നമുക്ക് കോർട്ടിൽ കാണാം." let's see each other in court. മടയന്മാർ. Foolish people. They rejected the offer.
അവർക്ക് കിട്ടിയ ആ പരിഹാരം, ആ സെറ്റിൽമെന്റ് അവർ നിഷേധിച്ചു. നമുക്ക് കോർട്ടിൽ കാണാം. Let's see each other in court. ദൈവം ചോദിച്ചു, ആർ യു ഷുവർ? നിങ്ങൾ ഉറപ്പുള്ളവരാണോ? അല്ല, ദൈവം ചോദിച്ചു, അത് അങ്ങനെ തന്നെയാണോ? God is asking, are you sure you want to do that? യെസ്. അതെ. എന്തോ സംഭവിച്ചു? What happened? 10 ഗോത്രത്തിന്റെ അഡ്രസ് പോലും ഇല്ല. The address, the reputation of 10 tribes are gone. നോർത്തേൺ കിങ്ഡം കംപ്ലീറ്റ്ലി ഗോൺ. വടക്കേ സാമ്രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനി 2 ഗോത്രങ്ങളുണ്ട് തെക്കേ രാജ്യത്തിൽ. And now in the south side there are 2. അവരോട് ദൈവം പറയുകയാണ്, And to them God is saying, മറ്റു സഹോദരന്മാർക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിപ്പാൻ. so that what happened to the other brethren should not happen to you. യഹോവയ്ക്കായി മാത്രം കാത്തിരിക്കാമോ? Can you wait upon the Lord alone? നിങ്ങൾക്കൊരു ശക്തി പുതുക്കുന്ന ദിവസം വരുന്നുണ്ട്. And now comes a day when your strength will be renewed. നിങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. There will be a time when you can mount up with wings like eagles. നിങ്ങളുടെ പഴയ ചരിത്രത്തെ ഞാൻ മാറ്റി. ഹല്ലേലൂയ. I will change your old history. അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതുപോലെ ഞാൻ നിങ്ങളെ പുതുക്കി പണിയും. Just as I promised Abraham, I will renew you. But are you ready to exclusively wait for me? എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവങ്ങളെ മാറ്റിക്കൊണ്ട് Take away all the foreign gods from you. എക്സ്ക്ലൂസീവ് ആയിട്ട് എന്നെ മാത്രം സേവിക്കുവാൻ തയ്യാറാണെങ്കിൽ, എന്നെ മാത്രം, by me alone exclusively, നിങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. then you shall mount up with wings like eagles. എന്തോ സംഭവിച്ചു 2 ഗോത്രത്തിന്? What happened to those 2 tribes? അവരും ക്യാപ്റ്റീവ് ആയി പോയി. They also became captive. അവരും അടിമകളായി. ബാബിലോണിലേക്ക് അവർ അടിമകളായി പോയി. They were taken into Babylon as exiles, as slaves. Oh, praise the Lord. ദൈവം ശലോമോനിലൂടെ പണിത ദേവാലയം നഷ്ടപ്പെട്ടു. The temple that was built through Solomon was destroyed. യെരുശലേമിന്റെ മതിലുകൾ തകർക്കപ്പെട്ടു. The walls of Jerusalem have been destroyed. വിലാപങ്ങളുടെ പുസ്തകം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം. You should read the book of Lamentations. ജെറമയ കരയുകയാണ്. And Jeremiah is weeping. ജെറമയ കരയുകയാണ്. And Jeremiah is weeping. ഈ മനോഹരമായ നഗരത്തിന് എന്ത് സംഭവിച്ചു? What happened to this beautiful town? എന്ത് സംഭവിച്ചു? What happened? ജാതികൾ ചോദിക്കുകയാണ് തമ്മിൽ. And the people, Gentiles are asking, what happened? By the way, ഇവരല്ലേ സ്വന്തം ജാതിയൊക്കെ എന്ന് ദൈവം പറഞ്ഞത്? Isn't this a group of people that said they belong to God? Laughing stock ആയി മാറി. അവരെ അന്യജാതികൾ കളിയാക്കാൻ തുടങ്ങി. And the Gentiles started to make fun of them. Where is your God? നിങ്ങളുടെ ദൈവം എവിടെ? Hallelujah. ദൈവത്തിന് പറ്റിയ ഒരു പരാജയമായിട്ടാണ് ജാതികൾ കാണുന്നത്. And the Gentiles are now looking at saying God has failed in some aspect. ദൈവത്തിന്റെ ഹൃദയം പിടയുകയാണ്. But God's heart is grieving. എന്നാൽ throughout that course എല്ലാ സമയങ്ങളിലും ദൈവം പ്രവാചകന്മാരിലൂടെ ഓഫർ പുതുക്കിക്കൊണ്ടായിരുന്നു. But throughout this time, through many prophets, God gave them many options and offers to renew their relationship. Hallelujah. Amen. യെരമ്യാവിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ, when you come to the prophecy of Jeremiah, യെരമ്യാവിന്റെ പ്രവചനം 18-ാം അധ്യായം നമുക്ക് അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. in chapter 18, it's a familiar passage. Let me just quickly talk about it. കുശവന്റെ വീട്ടിലേതായ കാഴ്ച, a perspective from the potter's house. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ ഇന്ന് രാവിലെ? Everybody's with me this morning. യെരമ്യാവിനോട് ദൈവം പറയുകയാണ്, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലണം. God tells Jeremiah, go to the potter's house. അല്ലേ? Amen. കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ യെരമ്യാവ് കാണുന്നത് ഇതാണ്. When Jeremiah went to the potter's house, what he saw, കുശവൻ ചക്രത്തിന്മേൽ പണിതുകൊണ്ടിരിക്കുന്നു. and the potter is making the vessel on the wheel. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. Please pay attention. അവിടെ എഴുതിയിരിക്കുന്നത് ആ മൺപാത്രം കുശവന്റെ കയ്യിൽ ചീത്തയായി പോയി. That jar of clay became unusable in the hands of the potter. It got marred in the hands of potter. It was marred in the hands of the potter. എന്നിട്ട് ദൈവം ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. And God is asking a question in that chapter. യെരമ്യാവ് കാണാത്തതായ ഒരു ക്ലൈമാക്സ് ദൈവം അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. And God has hidden a secret in the climax that Jeremiah has not yet seen. അതിന്റെ ക്ലൈമാക്സ് എന്തെന്നറിയാമോ? Do you know what the climax is? ആ സീൻ മാത്രം നമ്മൾ വായിക്കുമ്പോൾ, when you read that scene itself, that incident itself, ദൈവം ഈ മൺപാത്രത്തെ പുതുക്കി പണിതു. God will rebuild this jar of clay. നമ്മൾ എന്തോ ചെയ്താലും,
No matter what we do, God will reshape us. നമ്മളെ ദൈവം വീണ്ടും ആക്കേണ്ട രീതിയിലാക്കിക്കോളും. അങ്ങനെ ഒരു പിക്ചർ നമുക്ക് അവിടെ കിട്ടും. That's the picture that we get in that chapter. എന്താണെന്നറിയാമോ? You know why? God was loving God. ദൈവം സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട്. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ അതിന്റെ ഉച്ചകോടി അങ്ങനെയല്ലായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ? You know what it is? ഈ കയ്യിൽ ഈ ചീത്തയായി പോയ കളിമണ്ണിനെ വെച്ചിട്ട്, പാത്രത്തെ വെച്ചിട്ട്, This marred clay that's in the hands of God. God is asking two questions. ദൈവം രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ പാത്രത്തെ, This clay, this vessel, I have two options. എനിക്ക് രണ്ട് തീരുമാനങ്ങളുണ്ട്. ഒരു തീരുമാനം, One option, I can reshape this. എനിക്കതിനെ വീണ്ടും പണിയാം. രണ്ടാമത്തത്, The second option, I can throw this out. എനിക്കിത് കളയാം. മനസ്സിലാവുന്നുണ്ടോ? Do you understand that? രണ്ട് ഓപ്ഷൻ ഉണ്ട്. Two options are there. ഞാൻ ഈ ഭാഗം പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. I've heard many people preach this passage. ഒരു എക്സ്ട്രീം ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണ്. One extreme interpretation goes like this. നിങ്ങൾ എന്തോ ചെയ്താലും കുഴപ്പമില്ല, ദൈവം റീഷേപ്പ് ചെയ്തോളൂ. No matter what you do, it doesn't matter. God will rebuild you, reshape you. God is a loving God. ദൈവം സ്നേഹിക്കുന്ന ദൈവം. മറ്റൊരു എക്സ്ട്രീം ഉണ്ട്. Another extreme. നീ എന്തോ ചെയ്തിട്ടും കാര്യമില്ല, ദൈവം നിന്നെ എറിഞ്ഞു കളയാൻ പോവുക. No matter what you do, it doesn't matter. God's going to throw you out. God is an angry God. ദൈവം ദേഷ്യപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ ഇന്റർപ്രറ്റ് ചെയ്യണ്ട. So that's why God said, യെരമ്യാവിനോട് പറഞ്ഞു, നീ ഇത് വ്യാഖ്യാനം ചെയ്യണ്ട, I will do. ഞാൻ ചെയ്തോളാം. Both extremes are wrong. ഈ രണ്ട് ഭാഗങ്ങളും രണ്ട് വ്യാഖ്യാനങ്ങളും തെറ്റാണ്. God is a loving God. ദൈവം സ്നേഹിക്കുന്ന ദൈവം, And at the same time is a jealous God. അപ്പോൾ തന്നെ ദൈവം അസൂയുള്ള ദൈവമാണ്. പാതിവൃത്യ ശങ്കയുള്ള ഹസ്ബൻഡ് എന്നാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞത്. Jealous God. Zealous God. ഈ ദൈവം ഈ പിക്ചർ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്. And God is giving this message in a pictorial manner to the Israelites. Listen to me very carefully. എന്നോട് ശ്രദ്ധിക്കുക. ഇസ്രായേലേ, Israel, I have two options. എനിക്ക് രണ്ട് തീരുമാനങ്ങൾ ഉണ്ട്. നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നെയാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. One, you must realize you're in my hands. ഇത്രയെല്ലാം വൃത്തികേടുകൾ നിങ്ങൾ ചെയ്തിട്ടും, even though you are marred, you are still in the potter's hand. Hallelujah. No matter how, even though you have done such wicked things, even though you are marred, you're still in the potter's hands. But I cannot continue like this. പക്ഷേ എനിക്ക് ഇങ്ങനെ തുടരുവാൻ സാധിക്കത്തില്ല. ഈ ഷേപ്പ് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. After seeing this shape, marred shape, I'm not able to move forward. ഈ ഷേപ്പിൽ നിനക്ക് ഒരുപാട് കാലം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. With this shape, you're not able to sit in my hands much longer. Either I have to reshape you, ഞാൻ നിങ്ങളെ ഒന്ന് പുനർപണിയണം, otherwise I have to throw you out. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കളയണം. ഇങ്ങനെ ചീത്തയായി പോയി ജാതികൾക്ക് ഒരു വിഷയമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. You cannot no longer stay like this in a marred manner in which Gentiles are making fun of you. Either I can reshape you, ഒന്നെങ്കിൽ എനിക്ക് നിങ്ങളെ വീണ്ടും പണിയാം. ഇതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റാം. I can change into a new vessel. നിങ്ങളുടെ പാപം എത്ര രക്താംബരം പോലെ ചുവപ്പാണെങ്കിലും ചരിത്രം അറിയാത്ത രീതിയിൽ അതിനെ വെളുപ്പിക്കാം. Even though the sins may be as red as crimson, I can change it to a wool, white as wool, without the history ever knowing ഈ it. പാത്രത്തെ മുൻപ് കണ്ടവർ അത്ഭുതപ്പെടുമാറ് മനോഹരമായ ഒരു പാത്രമാക്കുവാനുള്ള ഓഫർ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. I am giving an option where I can make you into a vessel when somebody looks at it and says how beautiful it is. എന്നാൽ മറ്റൊരു ഓഫർ കൂടിയുണ്ട്. But there's one more offer. അല്ല, നിങ്ങൾ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, If you say no, we don't want to be rebuilt, I have to throw you out. ഞാൻ നിങ്ങളെ കളഞ്ഞാലേ ഒക്കത്തുള്ളൂ. നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഇത് ഇന്ന് പ്രസംഗിക്കുന്നതെന്ന്. You might ask, why am I preaching this today? When I conclude the message, you will understand. ഞാൻ ഇതിന്റെ അവസാനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്ത് സംഭവിച്ചു? What happened? അവർ ഓഫർ റിജക്റ്റഡ്. They rejected the offer. When you get time, you have to read Jeremiah chapter 18 and 19 continuously. Okay? നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ 18ഉം 19ഉം അധ്യായങ്ങൾ യെരമ്യാ പ്രവചനത്തിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അവരെന്തോ പറഞ്ഞെന്ന് അറിയാമോ? You know what they said? ഇതൊക്കെ ചുമ്മാ പറയുന്നത്. This is silliness. അല്ലേ? ആ ഭാഷ പറഞ്ഞു. ഓ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാ. Oh, how often have we seen these things? We don't care.
നമുക്കിത് വലിയ കാര്യമല്ല. 19 അധ്യായം In chapter 19, ദൈവം എല്ലാവരെയും വിളിച്ചു. God calls everyone. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം ആ പാത്രത്തെ പുറത്ത് എറിഞ്ഞു കളഞ്ഞു. God threw the vessel out and broke it. Praise the Lord. That was not the climax God was expecting. അതല്ലായിരുന്നു ഉച്ചസ്ഥിതി ദൈവം പ്രതീക്ഷിച്ചത്. Praise the Lord. Did you understand? നിങ്ങൾക്ക് മനസ്സിലായോ? നെബൂഖദ്നേസർ വന്ന് ഇവരെ കൊണ്ടുപോവുകയാണ്. Nebuchadnezzar comes and takes them വിരൂപമായി, in a very marred manner. പാത്രം വിരൂപമായി, The vessel has become very marred. എല്ലാം നഷ്ടപ്പെട്ടു. Everything is lost. ബാബിലോണിൽ ഇവരോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ When they told him to sing a song in Babylon, ഞങ്ങൾ എങ്ങനെ പാടും? how can we sing? ഞങ്ങൾക്കൊരു ഐഡന്റിറ്റി ഇല്ലല്ലോ. We have no identity. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, Dear people of God who are listening to me this morning, God continued to chase them. ദൈവം വീണ്ടും അവരെ പിന്തുടർന്നു. ദൈവം അവരെ പിന്തുടർന്നു. God is still pursuing them. ഹല്ലേലൂയ. Amen. എറിഞ്ഞു കളഞ്ഞെങ്കിലും, താൽക്കാലികമായി എറിഞ്ഞു കളഞ്ഞെങ്കിലും ദൈവം പറയുകയാണ്, ഞാനിതാ ആ മുടിയനായ പുത്രന്റെ പിതാവ് വെയിറ്റ് ചെയ്യുന്നത് പോലെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങളെ ആലിംഗനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. Even though temporarily God threw them away, cast them out, God said, just as the prodigal son's father waited upon the son to return, I also am waiting for my people to come back to me. When we come to Jeremiah chapter 29, ഇരെമ്യാ പ്രവചനം 29 അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളെപ്പോഴും മിസ്കോട്ട് ചെയ്യാറുള്ള ഒരു വേഴ്സ് ആണ്. നമ്മളെപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗം വചനമാണ് അവിടെ. നിങ്ങളെക്കുറിച്ച് ഒരു പ്ലാൻ എനിക്കുണ്ട്. I have a plan for you. അതെല്ലാം പറയുന്ന ഒരു പ്രോമിസ് ആണത്. It's a promise that is given there. എന്നാൽ അത് പ്രോമിസ് again it is a conditional promise. പക്ഷേ ആ വാഗ്ദത്തവും ഒരു കണ്ടീഷൻ, ഒരു നിബന്ധനമുള്ള ഒരു വാഗ്ദത്തമാണ്. അതിന്റെ മുൻപത്തെ വാക്യം വായിക്കുമ്പോൾ, When you read the verse before that, നിങ്ങൾ എന്നെ മാത്രം അന്വേഷിക്കും. when you seek me alone, നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ, when you pursue me and seek me alone, നിങ്ങൾ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. you will find me. ആ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, At that time what I want to tell you is this: എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, when you feel like everything is lost and you live when in you come back sadness, and seek me, നിങ്ങൾ മടങ്ങി വന്ന് എന്നെ അന്വേഷിക്കുമ്പോൾ, when you only seek me, എന്നെ മാത്രം അന്വേഷിക്കുമ്പോൾ, when you only wait upon me, എനിക്ക് വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കുമ്പോൾ, നിങ്ങൾക്ക് അഡ്രസ് തിരിച്ചു തരുന്ന ഒരു സമയമുണ്ട്. I will give your identity back. നിങ്ങളെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. I have a plan for you. നിങ്ങളെ ഞാൻ മടക്കി വരുത്തുന്ന ഒരു ദിവസമുണ്ട്. There's a day that I will restore you. യെരൂശലേമിന്റെ മതിലുകൾ പണിയുന്ന ഒരു ദിവസമുണ്ട്. There's a day when the walls will be restored. യെരൂശലേമിന്റെ ദേവാലയം പണിയുന്ന ഒരു ദിവസമുണ്ട്. There's a day when the temple is being rebuilt. എസ്രായേലിലുള്ള സ്പിരിച്വൽ റെസ്റ്റോറേഷൻ നടക്കുന്ന ഒരു ദിവസമുണ്ട്. Ezra, there will be a spiritual restoration. യെരമ്യാവിലുള്ള മതിൽ പണിയുന്ന ഒരു ദിവസമുണ്ട്. There will be time when Jeremiah rebuilds the walls. ആലയം വീണ്ടും പണിയുന്ന ഒരു ദിവസമുണ്ട്. The temple will be rebuilt. നിങ്ങൾക്ക് ഒരു അഡ്രസ് തിരിച്ചു തരുന്ന ദിവസമുണ്ട്. Your identity will be given back. You will fly like eagle. Hallelujah. അപ്പോൾ നിങ്ങൾ കഴുകന്മാരെ പോലെ പറക്കും. Lord, we worship you, Lord Jesus. Amen. Praise God. Hallelujah. Hallelujah. മാനസാന്തരമുള്ള ഹൃദയമാണ് ദൈവം നമ്മിൽ നോക്കുന്നത്. God is looking for a repentant heart. അതാണ് പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനം. That's the interpretation of the New Testament. അതാണ് ഈ വാക്യത്തിന്റെ പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനം. This verse's New Testament interpretation is to have a repentant heart. Be of a sensitive heart. Hallelujah. ഒരു നല്ല അറിവുള്ള, ദൈവത്തെക്കുറിച്ചുള്ള നല്ല അറിവുള്ള ഒരു ഹൃദയം. ദൈവത്തെക്കുറിച്ച് അറിയുന്ന, ദൈവത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ഹൃദയമുള്ളവരായിരിക്കണം. A heart that is aware, a heart is its conscience of the God. Hallelujah. Amen. Praise the Lord. Amen. When you are shaped in the first place, ആദ്യം ദൈവം നിങ്ങളെ ഷേപ്പ് ചെയ്തപ്പോൾ, when God first shaped you or gave you a form, that is called justification. that's called നീതീകരണം, justification. But every day we are being reshaped. നമ്മൾ എല്ലാ ദിവസവും വീണ്ടും വീണ്ടും കർത്താവിന് ഇഷ്ടപ്രകാരം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. That is called sanctification. അതിന്റെ പേരാണ് sanctification. One day ഒരു ദിവസം നമ്മളൊരു beautiful pot ആയിട്ട്, we will be transformed, made into a beautiful vessel. beholding his glory,
അവന്റെ മഹത്വം കാണുന്ന രീതിയിൽ ഇസ്രായേലിന്റെ പൂർണ്ണത നമ്മളിലൂടെ പൂർത്തീകരിക്കുന്ന ഒരു ദിവസം. the perfection of Israel will now be fulfilled through us. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. Let me tell you one thing. ഇസ്രായേലിൽ ദൈവം നോക്കിയിരുന്ന പൂർണ്ണത, the perfection that God was looking for in the Israelites, അത് ഇസ്രായേലിൽ സാധിക്കാതെ വന്നപ്പോൾ, when it was not possible in the life of Israel, ചരിത്രത്തിന്റെ നടുവിൽ നമുക്ക് വേണ്ടി യേശുക്രിസ്തു പ്രത്യക്ഷനായി. in the midst of the history, Christ became manifested, became apparent. നമുക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു. He became a sacrifice for us. അവന്റെ രക്തത്താൽ നമുക്ക് ശുദ്ധീകരണം വന്നു. Through his blood we were sanctified. അവൻ നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. And now continuously he is sanctifying One day we us. will be glorified. ഒരു ദിവസം നമ്മൾ തേജസ്കരിക്കപ്പെടും. അന്ന് സ്വർഗ്ഗത്തിലെത്തുമ്പോൾ ഈ പാത്രത്തെ നോക്കി ആളുകൾ സ്തംഭിച്ചു പോകും. And then in heavens people will look at this vessel and be marveled. ഹല്ലേലൂയ. Amen. യേശു ക്രിസ്തുവിന്റെ ഗ്ലോറി, The glory of the Lord Jesus Christ, അതാണ് നമ്മിൽ പ്രതിബിംബിക്കാൻ പോകുന്നത്. that's what is going to be displayed and manifested in us. ഇസ്രായേലിന് വേണ്ടി ദൈവം മാറ്റിവെച്ചതാണത്. That was the glory that was set aside for the Israelites. ഇസ്രായേലിന് വേണ്ടി മാത്രം ദൈവം മാറ്റിവെച്ചതാണ്. It was set aside exclusively for the അതുകൊണ്ടാണ് Israelites. പൗലോസ് ഫിലോസഫിക്കൽ ആയിട്ട് പറഞ്ഞത്, അവരുടെ അനുസരണക്കേട് കൊണ്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. That's why Paul said, because of the disobedience, God has selected us. അതൊരു മിസ്റ്ററി ആയിട്ട് ഇരിക്കുകയാണ്. അതൊരു മർമ്മമായിട്ടിരിക്കുകയാണ്. ലോജിക്കലായിട്ട് നോക്കുമ്പോൾ ദൈവം ഇൻജസ്റ്റ് ചെയ്തെന്ന് തോന്നും. യുക്തിപരമായി നോക്കുവാണെങ്കിൽ ദൈവത്തിന് തെറ്റുമായിട്ടാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് രക്ഷ ഒരു മർമ്മമാണ്, നമുക്കറിയത്തില്ല. That's why salvation is a mystery, we don't know. എന്തുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ള ഒരു മർമ്മമാണ്. Why God loved us is a mystery. എന്നാൽ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ, When we come to heaven, നമുക്ക് റിവീൽ ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. that will be revealed to us. ഹല്ലേലൂയ. Amen. Praise God. But the question today morning, ഇന്ന് പകൽക്കാലം ചോദിക്കേണ്ട ചോദ്യം, are you surrendering your life for sanctification? വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്നുവോ? കുശവന്റെ കയ്യിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. You are in the hands of the potter. Young people, let me tell you, ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, you would have taken a lot of wrong decisions. പല തെറ്റായ തീരുമാനങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തേക്കാം. You would have thinking that you got marred in the hands of potter. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം, എൻ്റെ കുശവന്റെ കയ്യിലെ ഉപയോഗശൂന്യമായ ഒരു ചീത്തയായ പാത്രമായി ഞാൻ മാറി. What is the purpose of my life? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശം? But let me tell you, ഒരു കാര്യം ഞാൻ പറയട്ടെ, he is still working on you. ദൈവം എപ്പോഴും നിങ്ങൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, There's a song that we sing. he is still working on me. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നു. Don't judge me yet. Hallelujah. എന്നെ ഇപ്പോൾ വിധിക്കല്ലേ. ഒരു unfinished part ഉണ്ട്. Hallelujah. There's an unfinished part within me. ഒരു unfinished part ഉണ്ട്. Hallelujah. ഇപ്പോഴും തീർക്കപ്പെടാത്ത ഒരു ഭാഗം എന്നിലുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു പാത്രമാകുന്ന ഒരു ദിവസമുണ്ട്. I will become a vessel that God desires for me to be. Hallelujah. പക്ഷേ question, ചോദ്യം, are you ready to surrender? നിങ്ങളെ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് തയ്യാറെടുപ്പുണ്ടോ? പലപ്പോഴും പുതിയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ, In the context of the New Testament, പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, രക്ഷ നഷ്ടപ്പെടുമോ? a lot of people ask, do you lose salvation? അല്ലേ? Isn't that true? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, One thing I understood, അതിന്റെ തിയോളജിക്കൽ ഡെപ്തിലോട്ടൊന്നും പോകാതെ, I'm not going into the depth of the theology. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, Something God said, ഞാൻ ഒരിക്കലും മാറുകയില്ല. I will never change. On the other side of the covenant, അതിന്റെ ആ നിയമത്തിന്റെ അപ്പുറത്തെ വശം, മറുവശം, ഞാനുണ്ട്. I'm there. പക്ഷെ നിങ്ങൾ മാറാതിരുന്നാൽ മതി. You don't change. അവന്റെ കൈ വിടരുത്. Praise the Lord. Don't let go of his hand. കൈ വിടരുത്, കൈ വിടരുത്, കൈ വിടരുത്. Don't let go of his hand. കുശവന്റെ കയ്യിൽ നിന്ന് എറിഞ്ഞു കളയാൻ പറയരുത്. Hallelujah. Don't make it a situation where the potter says, I have to throw you away. എത്ര വേദനപ്പെട്ട സാഹചര്യമായിക്കാളും let him build you, let him build you. No matter how painful the circumstances may be, let the potter rebuild you. നമ്മളെ കൊണ്ട് രക്ഷ സുരക്ഷിതമാക്കുവാൻ സാധ്യമല്ല. We're not able to secure our own അത് salvation. ദൈവമാണ് നോക്കുന്നത്. That's what God looks after. But only one thing God wants from you, നമ്മളിൽ നിന്ന് ഒരു കാര്യമേ ദൈവം the പ്രതീക്ഷിക്കുന്നുള്ളൂ. willing and the obedient heart. Hallelujah. മനസ്സുള്ള അനുസരണമുള്ള ഒരു ഹൃദയം. Praise the Lord. Amen. Thank you, Jesus. Hallelujah. Amen. നമ്മൾ നഷ്ടപ്പെടാതെ നോക്കിയാൽ മതി. Let's make sure that we don't cause ourselves to be lost.
Don't walk away from the covenant. ദൈവത്തിന്റെ നിയമത്തിൽ നമ്മൾ മാറിപ്പോകല്ല്. Praise the Lord. പ്രായോഗികമായ ജീവിതത്തിൽ In a practical life, പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. sin may happen. Sometimes young people ask me, ചിലപ്പോൾ ചെറുപ്പക്കാരോട് ചോദിക്കാറുണ്ട്, Uncle, that means we cannot do sin? എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പാപം ചെയ്യരുതെന്നോ? ഞാൻ അവരോട് പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്. And one response that I give them, Sin can be an accident but not a planned activity. പാപം എന്ന് പറഞ്ഞാൽ അബദ്ധവശാൽ സംഭവിച്ചേക്കാം, പക്ഷെ നമ്മളത് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു വിഷയമല്ല. നിങ്ങൾക്ക് കാർ ആക്സിഡന്റ് ഉണ്ടാവുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണോ? When you have a car accident, is it because you planned it? Tomorrow നാളെ I will have a car accident. ഞാനൊരു കാർ ആക്സിഡന്റ് ഉണ്ടാക്കാം. അങ്ങനെ പ്ലാൻ ചെയ്താൽ അതിന്റെ അർത്ഥം ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്ന്. If you're planning it that way, something is wrong. You'll may perhaps trying to commit suicide. You never plan for an accident. നമ്മൾ ഒരിക്കലും ഒരു ആക്സിഡന്റ് ആപത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യുന്നില്ല. It can happen. അത് സംഭവിച്ചേക്കാം. പാപം can be an accident. Sin can be an accident. But it cannot be a planned activity. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യല്ലേ. Praise the Lord. Did you understand the difference? നിങ്ങൾ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടോ? കുശവന്റെ കയ്യിൽ നമ്മൾ ഇരിക്കുമ്പോൾ, When we are sitting in the potter's hand, നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിക്കുമ്പോൾ, yes, when sins come into our life, അത് റിയലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. we must be willing to realize that sin happened. അതാണ് കുശവന്റെ കൈയിന്റെ പ്രത്യേകത. That's the uniqueness of the hand of the potter. കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞു that the presence of God. There was some in the last days the pastor talked about ദൈവത്തിന്റെ സാന്നിധ്യം. നമ്മളോട് കൂടെ നടക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. The presence of God that walks with us. നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. That presence will lead us to walk in the whole truth. But you need to realize, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോകുന്നത്? When are we deviating from that truth? But the potter is waiting. പക്ഷേ കുശവൻ കാത്തിരിക്കുന്നു. കുശവൻ കാത്തിരിക്കുകയാണ്. The potter is waiting. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ, Those who wait upon the Lord, ശക്തിയെ പുതുക്കും. they will renew their strength. അതിൽ യാതൊരു സംശയവുമില്ല. There is no doubt in that. യഹോവയ്ക്കായി മാത്രം കാത്തിരിക്കുന്നവർ. Those who wait upon the Lord alone. Only the Lord. ദൈവത്തിനു വേണ്ടി മാത്രം. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 3 things that was talked about in that passage. Then I will close here. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. Renewed strength. ശക്തി പുതുക്കപ്പെടുന്നു. Renewed hope. പ്രത്യാശ പുതുക്കപ്പെടുന്നു. And renewed purpose. ഉദ്ദേശം പുതുക്കപ്പെടുന്നു. Hallelujah. Amen. Let me repeat. യഹോവയ്ക്കായി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ, Let me repeat, when you wait upon the Lord, your strength will be renewed. നിങ്ങളുടെ ശക്തി പുതുക്കപ്പെടും. Your hope will be renewed. നിങ്ങളുടെ പ്രത്യാശ പുതുക്കപ്പെടും. And your purpose will be renewed. നിങ്ങളുടെ ജീവിത ഉദ്ദേശം ലക്ഷ്യം പുതുക്കപ്പെടും. But those who wait on the Lord shall renew their strength. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. They shall mount up with wings like eagles. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. They shall run, അവരോടും not be weary. തളർന്നു പോകുകയില്ല. They shall walk and not faint. അവർ നടക്കും, ക്ഷീണിച്ചു പോകുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, People of God who are listening to me this morning, as we are sitting in the presence of the Lord, നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഇരിക്കുമ്പോൾ, നമുക്ക് ദൈവത്തോട് പറയാം, let's tell the Lord, Lord, I am still in your hand, Lord. ഞാൻ ഇപ്പോഴും അങ്ങയുടെ കരങ്ങളിലാണ്. Several times I've gone astray, Lord. ഞാൻ പലപ്പോഴും ആ കരങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. Hallelujah. ദൈവമേ സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ ഞാൻ സറണ്ടർ ചെയ്യുന്നു. But ഇന്ന് പകൽക്കാലം, Lord, this morning I surrender myself. I will exclusively wait for you. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കും. I will exclusively wait for you. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കും. I will exclusively wait for you, Lord. അങ്ങയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കും. മറ്റൊരു വ്യക്തികൾക്കും തരുവാൻ പറ്റാത്ത ശക്തി. A strength that no one else can give unto me. Only you can give, Lord. അങ്ങയ്ക്ക് മാത്രം തരുവാൻ സാധിക്കുന്ന. Hallelujah. Amen. ഇസ്രായേലേ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. Israel, I am the only one who is able to renew your strength. കാളയ്ക്കറിയാം തന്റെ ഉടയവന് മാത്രമേ തന്നെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. The ox knows that only their own master can strengthen them. കഴുതയ്ക്കറിയാം. The donkey knows. എന്നാൽ എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. But my people don't know me.
ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സമർപ്പിക്കാം. This morning, can we surrender ourselves? A continuous sanctification. തുടർമാനമായുള്ള ഒരു വിശുദ്ധീകരണം. എല്ലാ ദിവസവും Every day. when you sit in the presence of God, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ your strength should be renewed. നമ്മുടെ ശക്തി പുതുക്കപ്പെടണം. Your hope should be renewed. നമ്മുടെ പ്രത്യാശ And പുതുക്കപ്പെടണം. your purpose should be renewed. നമ്മുടെ ജീവിത ഉദ്ദേശങ്ങൾ പുതുക്കപ്പെടണം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, If not, think about it. നമ്മുടെ ജീവിതം കൊണ്ട് എന്താ പ്രയോജനം? What's the use of our life? ഹലോ, ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? Is there any purpose, use of our life? നിങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ ദൈവം നിങ്ങളെ ജനിപ്പിച്ചത്? Did God ask any one of you to say, should you be born? ചോദിച്ചായിരുന്നോ? Did he ask? I remember ഞാനൊരു ഇന്ത്യയിലൊരു യൂത്ത് ക്യാമ്പിന് പോയത്. When I was at a youth camp in India, I was talking on the purpose of life. ജീവിത ഉദ്ദേശത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, I asked them, നിങ്ങൾ ഇപ്പോൾ ജനിച്ച രാജ്യത്ത് ജനിക്കുവാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ തന്നാൽ എത്ര പേര് തിരഞ്ഞെടുക്കും? I asked them, if you were given the opportunity, the option to be born into the country that you'll now live into and born into, how many of you would choose this country? വളരെ കുറച്ചു പേര് മാത്രമേ കൈ ഉയർത്തിയുള്ളൂ. Only a few hands went up. എല്ലാവരും ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചത് ഞങ്ങൾ ദൈവത്തിന് എന്തോ തെറ്റുപറ്റി നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു. Majority of the people thought because they were born in India that God had made some sort of mistakes. എല്ലാവർക്കും പല രാജ്യങ്ങളാണ് അവരുടെ ഓപ്ഷൻ. All their desires, their ambitions as other nations. ഞാൻ പിന്നെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്കൊരു അവസരം തന്നാൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള മാതാപിതാക്കന്മാരെ എത്ര പേര് തിരഞ്ഞെടുക്കും? Second question I asked, if you were given the option, how many of you would still choose the set of parents that you have today? പലരും കൈ ഉയർത്തിയില്ല. Many people did not raise their hands. ഭൂരിഭാഗം കൈ ഉയർത്തി. Majority did not raise their hands. അവരുടെ ചിന്താഗതി, Their thoughts. നമ്മുടെയും I mean, perhaps our thoughts. ആ മറ്റൊരു വീട്ടിൽ ജനിച്ചായിരുന്നെങ്കിൽ എത്ര നന്നായി. Oh, if I was born in that other house, how beautiful it would have been. അല്ലേ? Isn't that what we think? പക്ഷെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. But God has never made a mistake. ദൈവം യെരമ്യാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. God tells something to Jeremiah. യെരമ്യാവിനെ ദൈവം വിളിച്ചപ്പോൾ അവന് 14, 15, 16 വയസ്സോ. Jeremiah was probably in his teenage years, 14, 15, 16 when God called him. യെരമ്യാവ് പറഞ്ഞു ദൈവത്തോട്, ഞാനൊരു ബാലനല്ലോ. Jeremiah said, Lord, I'm a child. എന്നെ കൊണ്ട് നടക്കത്തില്ല. It's not possible for me. അടുത്തതായിട്ട് ദൈവം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. The next statement that God says, എന്നെ ഞെട്ടിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്. a statement, a response that startled me. യെരമ്യാവേ, Jeremiah, നിന്റെ മേലുള്ള കോളിംഗിന്റെ പ്രായം, the age requirement for the calling that is on your life. നിന്റെ മേലുള്ള കോളിംഗിന്റെ പ്രായം. Oh, the duration. The duration of your calling in your life. 14, 15 അല്ല. It's not 14 or 15. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ, Even before you were formed in your mother's womb, ഞാൻ നിന്നെ കണ്ടു. I saw you. എന്ന് പറഞ്ഞാൽ, That means even if I would have given a chance to choose your parents, അവരുടെ മനസ്സിൽ നീ ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ കണ്ടു. even before you could select your own parents, if that was option was available to you, even before that I saw you. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, In another language, നിന്നേക്കാൾ കൂടുതൽ, more than you, നിന്റെ പാരന്റ്സിനേക്കാൾ കൂടുതൽ, more than your parents, നിന്റെ സഭയിലെ പാസ്റ്ററേക്കാൾ കൂടുതൽ, more than the pastor of your church, നിന്റെ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ more than your friends, ഞാൻ നിന്നിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. I have ഹല്ലേലൂയ. invested something in you. നീ ജനിക്കുന്നതിന് മുൻപ് നിന്നിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. Before ഹല്ലേലൂയ. you were born, I have invested in you. Come back to the purpose. ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ. Amen. പിന്നെ എത്ര കാലം ജീവിക്കണം? So how long should we live? Can you decide? നിങ്ങൾക്ക് തീരുമാനിക്കാമോ? No. Nope. ഒരിക്കലും എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, One day a young man told me, കർത്താവ് ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. I don't think the Lord's coming back. എത്ര കാലമായി? How long has it been? ഞാൻ പറഞ്ഞു, let's leave that to God. ഞാൻ പറഞ്ഞു അത് ദൈവത്തിന് വിട്ടുകൊടുത്തേര്. But what about your death? നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹലോ, ഇതുവരെ ജനിച്ചവരാരെങ്കിലും മരിക്കാതിരുന്നിട്ടുണ്ടോ? Anybody that's been born until this day that has not died? നിന്റെ മുമ്പിൽ ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്. There's one thing that is set before you.
ഒരു ദിവസം നമ്മുടെ പേര് വിളിക്കും. One day our name will be called. അന്ന് നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കണം. And that moment, that day, we must stand before the Lord. ഹല്ലേലൂയ. Amen. കുശവനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസമുണ്ട്. A day that we see the potter face to face. കുശവനെ മുഖാമുഖമായി കാണുന്ന ഒരു A ദിവസമുണ്ട്. day that when we see the potter face to face. അന്ന് നമുക്ക് മനസ്സിലാകും അവൻ നമ്മെ ബ്രേക്ക് ചെയ്ത് എന്തിനാണെന്ന്. ഹല്ലേലൂയ. That day we will understand why he broke us. അന്ന് നമുക്ക് മനസ്സിലാകും നമ്മൾ അനുവദിക്കപ്പെട്ട സാഹചര്യത്തിന്റെ അർത്ഥം എന്താണെന്ന്. ഹല്ലേലൂയ. That day we will understand why God permitted certain situations. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കെന്ന് തെളിയുന്ന ഒരു ദിവസമുണ്ട്. There's a song that we sing when the morning dawns, when the eternity dawns. That day I will realize the things that happened to me and the purpose behind it. ഹല്ലേലൂയ. Amen. യഹോവയ്ക്കായി കാത്തിരിക്കാം. Those who wait upon the Lord, യഹോവയ്ക്കായി മാത്രം കാത്തിരിക്കാം. those who wait upon the Lord On a exclusively. continuous basis. ദിനംതോറും നിരവധി ദിവസങ്ങൾ. So that അതുകൊണ്ട് our strength will be renewed. നമ്മുടെ ശക്തി പുതുക്കപ്പെടും, Our hope will be renewed. നമ്മുടെ പ്രത്യാശ പുതുക്കപ്പെടും, And our purpose will be renewed. നമ്മുടെ ജീവിത ഉദ്ദേശങ്ങൾ പുതുക്കപ്പെടും. And the end of the day, ഒരു ദിവസത്തിന്റെ അവസാനം, കാലഘട്ടത്തിന്റെ അവസാനം, the day of glorification. നമ്മളെ തേജസ്കരിക്കപ്പെടുന്ന ദിവസം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളികൾ. Oh, to hear good and faithful servant. എത്ര കാലം നമ്മൾ ജീവിച്ചു എന്നുള്ളൊരു വിഷയമല്ല. It doesn't matter how long we lived. പക്ഷെ എങ്ങനെ നമ്മൾ ജീവിച്ചു. How did we live? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ Just like I said yesterday, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം സാധിക്കാതെ മുന്നോട്ട് പോയാൽ, if we move forward in our life without having God's purpose fulfilled in our life, വേദനിക്കുന്ന ഒരു കുശവന്റെ ഹൃദയം നമുക്ക് കാണാം. we will be able to see a grieving heart of the potter. But remember, God is waiting. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം കാത്തിരിക്കുന്നു. ഇൻഡിവിജ്വൽ ആയിട്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പർപ്പസ് ഉണ്ട്. Individually, to each one of us, God has a purpose. ഹല്ലേലൂയ. Amen. നിങ്ങൾ എവിടെ പഠിക്കണം എന്ന് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. God has a purpose for where you should study. Provided you give that option to God. നമുക്ക് ആ തീരുമാനം ദൈവത്തിന്റെ പക്കൽ കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ആ പദ്ധതി നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും. എവിടെ ജോലി ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. God knows where you should work. Every day come to his presence. ദിവസം പ്രതി ദിനംതോറും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. One day we were justified by the blood of Jesus Christ. ഒരു ദിവസം നമ്മൾ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. On a daily basis we are being sanctified. ദിനംതോറും നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. And one day we will be glorified. ഒരു ദിവസം നമ്മൾ തേജസ്കരിക്കപ്പെടും. And that day the potter will look at the pot. അന്ന് കുശവൻ ആ പാത്രത്തേക്ക് നോക്കും. What a beautiful pot. എത്രയോ മനോഹരമുള്ള ഒരു പാത്രം. Hallelujah. Amen. Hallelujah. Yes. ആ ഡിസൈൻ കണ്ടിട്ട് when people see that, or the potter sees that design, they will be marveled. മറ്റുള്ളവർ ആശ്ചര്യപ്പെടും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, People of God who are listening to me, നമ്മെ തന്നെ സമർപ്പിക്കാം. let's surrender ourselves. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ Let's wait upon the Lord. അവർ ശക്തിയെ പുതുക്കും. They will renew their strength, കഴുകന്മാരെ പോലെ ചിറകടിച്ചു and they'll mount up like wings with അവർ eagles. തളരുകയില്ല. They will not faint. അവർ തളരുകയില്ല. They will not faint. അവർ തളരാതെ ഓടും. They will run, not fainting. അവർ തളരാതെ ഓടും. They shall run and not be weary. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. May God strengthen us for that. Amen. Amen and amen.